രണ്ടാം ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് തലയും പിള്ളേരും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വതപ്പുന്നത് വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാമെന്ന് ഞാനേട്ടന്റെ കരിയറിൽ എക്കാലത്തെയും വലിയ വിജയമായിട്ട് മാറിയിട്ടുള്ള ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയുടെ റീ റിലീസ് ഡേ ആയിട്ടുള്ള 9 ദിവസമായിട്ടുള്ള രണ്ടാം ശനിയാഴ്ചത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഡയറക്ടർ സിദ്ദിഖ്, കലാഭവൻ മണി, സായികുമാർ, രാജ്യം പിതാവ് തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി 2007 അൻവർ റഷീദ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ആ ചിത്രം 18 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും റീ റിലീസ് ചെയ്ത് തിയേറ്ററിലെത്തിയപ്പോൾ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് ഓരോ ദിവസം സ്വന്തമാക്കാൻ സാധിക്കുന്നത്. തലേനെയും പിള്ളേരെയും കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ആരാധകർ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 13 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 15 ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ജാനേട്ടന്റെ കരിയറിലെ മറ്റൊരു റീ റിലീസ് ചിത്രം കൂടി ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 5 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. ചിത്രം 10 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയുടെ 4K വെർഷൻ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.